HSCയുടെ എക്സാം ഫീസും സബ്സ്ക്രിപ്ഷൻ ഫീസൊക്കെ കണ്ടിട്ട് തല പൊഴിയുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് HSC എക്സാം ഫ്രീ ആയിട്ട് എഴുതിയാലോ? അതെങ്ങനെയാണെന്നല്ലേ? HSCയുടെ ഒഫീഷ്യൽ സിംസൺ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ മാസം 29 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ HSCയുടെ എക്സാം ഫീസ് അടയ്ക്കേണ്ട, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ആനുവൽ ഫീ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഒരു അഫിലിയേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിലോട്ട് വരെയുള്ള അഫിലിയേഷൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസും നിങ്ങൾക്ക് അടയ്ക്കേണ്ട. ഇനി നിങ്ങൾ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് അഡ്മിഷൻ ഫീ ഏകദേശം 25,000 എബോവ് അത് വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് HSC തരുന്നതായിരിക്കും. ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ നന്നായി പഠിക്കണം. HSCയുടെ ഫൗണ്ടേഷൻ ലെവലുള്ള 3 പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 80% എബോവ് നിങ്ങൾ സ്കോർ ചെയ്യണം. ഇനി അതുമാത്രമല്ല, സ്കിൽ ലെവലുള്ള ലോ പേപ്പറും ഫസ്റ്റ് അറ്റംപ്റ്റിൽ 80% എബോവ് സ്കോർ ചെയ്താൽ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ BCom കഴിഞ്ഞ കുട്ടികളാണ്, ഈ ഫൗണ്ടേഷൻ ലെവലൊക്കെ എക്സംഷൻ കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾക്കുണ്ട് അവസരം. സ്കിൽ ലെവലിലെ ഏതെങ്കിലും 2 പേപ്പർ 66% എബോവ് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇനി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആകെ കൂടെ ചെയ്യേണ്ടത് ഒരു essay 1000 വേർഡ്സ് ഉള്ളൊരു essay എഴുതിക്കൊണ്ട് HSCക്ക് സബ്മിറ്റ് ചെയ്യുക എന്നാണ്. ആ essay ടോപ്പിക് ഞാൻ വായിക്കാം. How the award of a scholarship will help me to realize my full potential. ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ടുള്ള ഒരു essay ആണ് നിങ്ങൾ HSCക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജൂൺ 29 കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 21 ആയിരിക്കും. ഗ്ലോബലി 5 പേർക്ക് മാത്രമേ ഈ ഒരു അവസരമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. So, thank you.